ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ്. ഇതൊരു ക്രോപ്പ് ടോപ്പിനായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു വി നെക്കിൽ ബോർഡർ വരുന്ന തരത്തിലുള്ള ഈസി ആയിട്ട് എങ്ങനെ ബോർഡർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നു. ഞാനൊരു 3.25 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ 7 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വി നെക്കാണ് വരയ്ക്കുന്നത് കൊണ്ട് ഒരു സാധാരണ വരയ്ക്കുന്നതിൽ നിന്നും ഒരു 1/2 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കറക്റ്റ് ആ ഒരു സ്കെയിൽ വെച്ചിട്ട് വി നെക്ക് തന്നെ വരച്ചെടുക്കുക. സാധാരണ നമ്മൾ കുർത്തി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കർവ് ചെയ്ത വി ആയിരിക്കും വരച്ചെടുക്കുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു വി തന്നെ വരച്ചെടുക്കുക. അപ്പോൾ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് ചീത്ത വശത്താണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല വശമാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കൊരു പീസ് ക്ലോത്തും കൂടെ വേണം. ഇതുപോലെ നീളത്തിലുള്ള പീസ് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ 2 പീസായാലും മതി. അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അളന്ന് നോക്കിയതിന് ശേഷം എടുക്കുക. 2 സൈഡിലേക്ക് 8 ഇഞ്ച് 8 ഇഞ്ച് 16 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അതിനേക്കാൾ ഒരു 2 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കുക. അപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ തുണിയുണ്ട്, അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലൊരു നീളത്തിലുള്ള പീസ് എടുക്കുക. ആ ഒരു പീസിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. ഞാൻ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പീസ് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിലാണ് ഞാനിപ്പോൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല വശങ്ങൾ ഒരുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു വി നെക്ക് വരച്ചിരിക്കുന്ന ആ ഒരു നെക്കുണ്ടല്ലോ, അതിൻ്റെ താഴേക്ക് വെച്ച് കൊടുക്കുക. എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഇത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ താഴേക്ക് ആ ഒരു കോർണർ വരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ സെൻറ്ററിലിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററും നമ്മുടെ ആ ഒരു കോർണറും കറക്റ്റായിട്ട് വരണം. ആ കോർണറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം ഇതിങ്ങനെ വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഏകദേശം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വി പോലെ ഒന്ന് വരച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വി പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ആ വി പോലെ വരച്ചേക്കണതിൻ്റെ താഴേക്ക് ഒരു തയ്യൽ തുമ്പ് നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇഞ്ചോളം തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. കറക്റ്റ് അറ്റപ്പറ്റായിട്ട് തയ്ക്കരുത്. എന്നിട്ട് നമ്മളിപ്പോൾ ആ മാർക്ക് ചെയ്ത് ആ ഒരു ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ മറന്നു പോകരുത്, നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചീത്ത വശത്താണ് കേട്ടോ. ഇനി നമുക്ക് നല്ല വശത്തേക്ക് അതൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ ഈ കോർണർ ഭാഗം ഇതുപോലെ തിരിച്ചിട്ട് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു കോർണർ കിട്ടാനായിട്ട് നമ്മുടെ കത്രികയോ എന്തെങ്കിലും വെച്ചിട്ട് പേനയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി കഴിയുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ നമുക്ക് ഈ ഒരു പീസ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല കറക്റ്റായിട്ട് ഫിക്സായിട്ട് അവിടെ ഇരുന്നോളും. നല്ല കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് അയൺ ചെയ്തെടുത്താലും മതി. അപ്പോൾ അങ്ങനെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുർത്തയുടെ ചീത്ത സൈഡിലാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കുർത്തയെ നമ്മൾ എടുത്തിരിക്കുന്നു, ഇതാണ് ഇതിൻ്റെ ചീത്ത വശം. ആ ചീത്ത വശത്തേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ കൂടുതൽ തുണി എടുത്തുകൊണ്ടാണ് അത്രയും നമുക്ക് നീളത്തിൽ അവിടെ ഉള്ളത്. അത്രയും തുണി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അളന്ന് നോക്കിയിട്ട് അതിനേക്കാൾ ഒരു 2 3 ഇഞ്ചോ കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട്. അതിന് ശേഷം ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം കറക്റ്റ് ആ ഒരു വി ഷേപ്പിൽ ഇതുപോലെ അടിച്ചെടുക്കുക. കോർണർ വരുമ്പോൾ കുത്തി നിർത്തിയതിന് ശേഷം സൂചി കുത്തി നിർത്തിയതിന് ശേഷം അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് ആ കോർണറിൽ കൂടെയൊക്കെ നന്നായിട്ട് ചെറിയ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് പതിച്ചടിക്കാം. പതിച്ചടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കുർത്തിയുണ്ടല്ലോ, ആ കുർത്തിയുടെ തുണിയുടെ മുകളിൽ കൂടെ വേണം അടിക്കാൻ. നമ്മളിപ്പോൾ പിടിപ്പിച്ച ആ ഒരു പീസില്ലേ, അതിൽ കൂടി അടിക്കരുത്. നമ്മുടെ കുർത്തിയുടെ മുകളിൽ കൂടെ, ഞാനിപ്പോൾ അടിക്കുന്ന ബ്ലാക്ക് കളറുള്ള തുണിയുടെ മുകളിൽ കൂടെയാണ്. എന്നിട്ട് നമ്മളത് തിരിച്ച് ഇതുപോലെ നല്ല വശത്തേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നല്ല വശത്തേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ എൻഡിൽ കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ചുളുക്കൊന്നും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രം അടിച്ചു കൊടുക്കുക.
ഇതുപോലെ പിടിച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ പാൻറ്റിൻ്റെയൊക്കെ തുണിയുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാൻവാസിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. നമുക്ക് ഉള്ള തുണി കൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസ് തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അറ്റം ചേർന്നിട്ട് അടിക്കുക കേട്ടോ. അധികം വലിച്ച് പിടിക്കരുത്. വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ചുളിവ് വരും. കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ അടിച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ വേണമെങ്കിൽ ഒന്ന് പതിച്ചടിച്ചെടുക്കാം. ഞാനിപ്പോൾ പതിച്ചടിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു നെക്ക് ഡിസൈനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.